നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 രാജാവ് എന്നറിയപ്പെടുന്ന ഗ്രഹം വ്യാഴമാണ്. അതേപോലെ തന്നെ മന്ത്രിസ്ഥാനം അലങ്കരിക്കാൻ പോകുന്നത് ചൊവ്വയാണ്. സമ്പൂർണമായിട്ടുള്ള നക്ഷത്ര ഫലങ്ങൾ പലതരത്തിൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുക. ഇത് ചെറിയ ചെറിയ പ്രാധാന്യമുള്ള വിഷയങ്ങളെ ചുരുക്കിക്കൊണ്ടുള്ള വീഡിയോകളാണ്. അതിൽ വ്യാഴത്തിന്റെ ഈ ഒരു പ്രാധാന്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. രണ്ട് രാശിക്കാർക്ക് അത് വളരെയേറെ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. ആ രണ്ട് രാശിക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. 2026 പുതുവർഷം ആരംഭിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് ഗ്രഹങ്ങളുടെ സ്ഥാനവും ബലവും ഒക്കെ മാറി വരുന്നതാണ്. 2025 എന്നത് ചൊവ്വയുടെ വർഷമായിരുന്നു. അത് സംഖ്യാശാസ്ത്ര പ്രകാരവും ഭാരതീയ ജ്യോതിഷ പ്രകാരവും അങ്ങനെയായിരുന്നു. 2026 എന്നുള്ളത് സൂര്യന്റെ വർഷമാണ് സംഖ്യാശാസ്ത്ര പ്രകാരം. എന്നാൽ ഭാരതീയ ജ്യോതിഷ പ്രകാരം നമുക്ക് വ്യാഴത്തിന്റെ വർഷമാണ്. വ്യാഴമാണ് അവിടെ രാജാവ് എന്ന് പറയാം. 2026 ചൊവ്വ അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ പങ്കും ഏറ്റെടുക്കും. 3 രാശിക്കാർക്ക് അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രയോജനങ്ങൾ ലഭിക്കുന്നതാണ്. വിശേഷിച്ച് 2 രാശികൾക്ക് വർഷം മുഴുവൻ സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും പലതരത്തിലും നേട്ടങ്ങൾ കൈവരാനും ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ്. ഇവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ സുപ്രധാനമായിട്ടുള്ള വഴിത്തിരിവ് ജീവിതത്തിൽ ഉണ്ടായേക്കാം. വ്യാഴം പുതുവർഷത്തിന്റെ രാജാവായി സ്ഥാനമേൽക്കുന്നതോടുകൂടി ധനു മീനൻ രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. 2 രാശിയുടെയും അധിപൻ വ്യാഴം തന്നെയാണ്. ഈ 2 രാശികളിലും ലഗ്നമായിട്ട് ജനിച്ചവർക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. കൂടാതെ വ്യാഴത്തിന്റെ നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ള പുണർദം നക്ഷത്രക്കാർക്കും വിശാഖം നക്ഷത്രക്കാർക്കും പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കും വിശേഷമായിട്ട് ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. നമുക്കിനി ധനുരാശിക്കാരുടെ വ്യാഴത്തിന്റെ ഈ രാജാവിന്റെ സ്ഥാനം എന്തെല്ലാം ഗുണഫലങ്ങളെ നൽകുമെന്ന് നോക്കാം. ധനുരാശിയിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. സാമ്പത്തിക നില നല്ല ശക്തമായി തുടരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങൾ സുസ്ഥിരമായി തുടരാം എന്ന് പറയാം. ചെലവുകളൊക്കെ കുറയാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ഇത് സമ്പാദ്യം ഉണ്ടാകുന്നതിന് സഹായിക്കും. പഴയ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ വരുമാന മാർഗങ്ങൾ ഉണ്ടാകും. പൂർവിക സ്വത്തിൽ നിന്ന് പ്രയോജനം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. കൂടാതെ കുടുംബത്തിൽ ശുഭകരമായിട്ടുള്ള അഥവാ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. സന്താനങ്ങളിൽ നിന്നും ചെറുമക്കളിൽ നിന്നും ഒക്കെ നല്ല സന്തോഷ വാർത്തകൾ ലഭിക്കുന്നതാണ്. അവിവാഹിതരായിട്ടുള്ള വ്യക്തികൾക്ക് വിവാഹാലോചനകൾ നടക്കുന്നതാണ്. രോഗങ്ങൾ ഉണ്ടായിരുന്നവർക്ക് രോഗങ്ങളിൽ നിന്നൊരു സംരക്ഷണവും ലഭിക്കും. രണ്ടാമത്തെ പ്രാധാന്യമുള്ള രാശി, അതായത് ഗുണഫലം ലഭിക്കുന്ന രാശി മീനൻ രാശിയാണ്. ഇനി നമുക്ക് മീനൻ രാശിക്കാരുടെ ഈ ഫലങ്ങളെ ഒന്ന് നോക്കാം. മീനൻ രാശിയിൽ വരുന്നത് ഉരുട്ടാതിയുടെ കാൽ, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. സാമ്പത്തികമായി മീനൻ രാശിക്കാർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വരുമാന സ്രോതസ്സൊക്കെ വർദ്ധിക്കുന്നതാണ്. അടച്ചുപൂട്ടിയതോ മുടങ്ങിയതോ ആയിട്ടുള്ള ബിസിനസ്സുകളൊക്കെ പുനർജീവിപ്പിച്ചിട്ട് അതൊക്കെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിനോ ഒക്കെ അനുകൂല സമയമാണ്. വില കൂടിയ വസ്തുക്കളൊക്കെ വാങ്ങിയാൽ പോലും അഥവാ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ചെയ്താൽ പോലും സമ്പത്തിൽ വലിയ മാറ്റമില്ലാത്ത രീതിയിൽ വരുമാന സ്രോതസ് ഉണ്ടാകുന്നതാണ്. മേലുദ്യോഗസ്ഥർ നിങ്ങളുടെ പരിശ്രമത്തിൽ സംതൃപ്തരാകുന്നതാണ്. തൊഴിൽ സ്ഥലത്ത് പ്രതിച്ഛായയും ബഹുമാനവും ഒക്കെ വർദ്ധിക്കുന്നതാണ്. ജീവിതത്തിൽ പൊതുവെ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവപ്പെടും. ആരോഗ്യപരമായിട്ടും ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. ദീർഘകാലമായി രോഗബാധിതർക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. കൂടാതെ ചിങ്ങക്കൂറുകാർക്കും കർക്കിടകക്കൂറുകാർക്കും മേടം, വൃശ്ചികം എന്നീ രാശിക്കാർക്കും വ്യാഴത്തിന്റെ ഈ സ്ഥിതി ഗുണപ്രദമായിട്ടുള്ള ഫലങ്ങളെ നൽകും. ഇനിയും ഇതുപോലുള്ള ജ്യോതിഷ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.